ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിന്റെ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ്. രണ്ട് സ്റ്റാൻസയും അതിന്റെ ഇൻട്രഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അടുത്ത സ്റ്റാൻസിലേക്ക് പോവാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തു വെച്ചോ. ടെക്സ്റ്റ് ബുക്ക് തുറന്നോളൂ. എന്നിട്ട് തേർഡ് സ്റ്റാൻസ, മൂന്നാമത്തെ സ്റ്റാൻസ എന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഇതുവരെ നിങ്ങൾ പെർഫെക്റ്റ് അല്ലേ? ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത സ്റ്റാൻസ വായിക്കും എല്ലാവരും. ഓക്കെ. ത്രൂ ദ primorous tufts in that green bower, the periwinkle trailed its roots, and it is faith that every flower enjoy the air it breathes. Okay. അപ്പോൾ ഫസ്റ്റ് രണ്ട് സ്റ്റാൻസിൽ പോയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പോയിട്ട് ഈസ് സാറ്റ് റിലാക്സിങ് ഇൻ ദാറ്റ് ആൽഫോർഡ് വില്ലാസ് ആൻഡ് ഹീസ് ഹിയറിംഗ് ബ്ലെൻഡഡ് നോട്ട്സ്, തൗസൻഡ്സ് ഓഫ് വോയിസ് ഫ്രം ദ നേച്ചർ. ആൻഡ് സൗണ്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന രണ്ട് തോട്ട്സ് ഏതൊക്കെയായിരുന്നു? യെസ്, പ്ലസന്റ് തോട്ട്സും സാഡ് തോട്ട്സും. ഇനി അദ്ദേഹം രണ്ടാമത് അടുത്ത് വീണ്ടും പറഞ്ഞ കാര്യമുണ്ട്. സോ ഈ നേച്ചർ തൻ്റെ ആ ഒരു എബിലിറ്റി കൊണ്ട് ഹ്യൂമൻ സോളിനെ തന്നിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? അതിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഓക്കെ. എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, ദുഃഖത്തോടെ ചോദിച്ചുണ്ട്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പം ഈ പ്രകൃതി മനുഷ്യനെ തന്നിലേക്ക് അടുപ്പിച്ചു. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നുപോയി. അപ്പൊ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പിന്നെ എന്താണ്? അങ്ങനെയെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉണ്ടാകണം, അതും ഇല്ലാണ്ടായിപ്പോയി. അപ്പൊ രണ്ട് കാര്യങ്ങളും മനുഷ്യന് നഷ്ടപ്പെട്ടു. പ്രകൃതിയുമായി ബന്ധം നഷ്ടപ്പെട്ടു, മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഈ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു വെച്ചിരുന്നത്. ഇനി അദ്ദേഹം തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയെ ഒന്ന് ഒബ്സർവ് ചെയ്യാണ്. ഓക്കെ, ഒബ്സർവ് ചെയ്തിട്ട് പ്രകൃതിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും പ്രകൃതിയുമായിട്ട് എത്ര ലയിച്ച് ചേർന്നാണ് ജീവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അവർ സന്തോഷിക്കുന്നതെന്ന് പോയിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. ഇതിൽ ഹാർഡ് വേർഡ്സ് നോക്കിക്കേ. ടഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഫ്ലവർ, അല്ലെങ്കിൽ കൂട്ടം, അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ ബഞ്ചിനെയാണ് പറയാം. ട്രെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പടരുക. ഓക്കെ. റെത്സ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ്, ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്നതിനാണ് റെത്സ് എന്ന് പറയാം. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു തന്നു, പ്രൈമോറസ് എന്ന് പറയുന്നത് ഫ്ലവർ ഇതാണ്, പ്രിമോറസ്, ടഫ്റ്റ്സ്. പിന്നെ പെരുവിങ്കിൾ എന്ന് പറയുന്നത്, പെരുവിങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശവനാറിപ്പൂവിൻ്റെ ഒരു ഇതൊക്കെയുണ്ട്, അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ ആണത്. അപ്പോൾ ഇതാണ് രണ്ട് ഫ്ലവേഴ്സിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്ന രണ്ട് ഫ്ലവേഴ്സിനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ത്രൂ ദ പ്രൈമോറസ് ടഫ്റ്റ്സ് ഇൻ ദ ഗ്രീൻ ബോവർ, ഓക്കെ, അതിൻ്റെ ആ ബഞ്ചസിൽ ദ പെരുവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് വർത്ത്, ഓക്കെ, അതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഈ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ രണ്ട് ഫ്ലവേഴ്സും, പ്രൈമോറസും അതുപോലെ തന്നെ പെരുവിങ്കിളും, ഇത് രണ്ടും പ്രകൃതിയെ നല്ല ഭംഗിയായിട്ട് അണിയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ, അപ്പോൾ ഇതിനെ കണ്ട് ഈ ഒരു ഭംഗിയുള്ള ഈ രണ്ട് ഫ്ലവേഴ്സിന്റെ കാഴ്ചകൾ പോയിട്ട് കണ്ടുകൊണ്ട് പറയാണ്, മൈ ഫെയ്ത്ത്, ഞാൻ വിചാരിക്കുകയാണ്, ദാറ്റ് എവരി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഓക്കെ, പ്രകൃതിയിലെ അതിൻ്റെ ഈ ഓരോ ഫ്ലവറും ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന, മറ്റുള്ളവരുടെ കണ്ണിന് നല്ല ഭംഗിയായി തോന്നുന്ന, ആസ്വാദനമായിട്ട് തോന്നുന്ന ഈ രണ്ട് ഫ്ലവേഴ്സും അതിൻ്റെ പ്രകൃതിയോട് ലയിച്ച് ചേർന്നാണ് അത് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പോയിട്ട് പറഞ്ഞേക്കുന്നത് എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്. അത് ബ്രീത്ത് ചെയ്യുന്ന എയർ പോലും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരിക്കലും മനുഷ്യനത് സാധിക്കുന്നില്ല. മനുഷ്യൻ അതുകൊണ്ടാണ് പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പോൾ ഇനി പോയിട്ട് ഓരോ കാര്യങ്ങളെ പ്രകൃതിയിൽ താൻ കണ്ട കാഴ്ചകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇനി ആദ്യം ഇവിടെ ഫ്ലവേഴ്സിനെ അവതരിപ്പിച്ചു, ഫ്ലവേഴ്സായ പ്രിമോറസിനെ അതുപോലെ പെരുവിങ്കിളിനെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ രണ്ട് ഫ്ലവേഴ്സും നല്ല ഭംഗിയുള്ള രണ്ട് ഫ്ലവേഴ്സാണ്. ഈ ഫ്ലവേഴ്സ് തൻ്റെ പ്രകൃതിയോട് ലയിച്ച് ചേർന്ന് അത് ബ്രീത്ത് ചെയ്യുന്ന എയറിനെ പോലും അത് എൻജോയ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യന് ഇത് സാധിക്കുന്നില്ല? ഇതാണ് ഈ ഒരു സ്റ്റാൻസിയിൽ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയാലോ. അപ്പോൾ ദ പോയറ്റ് അഡ്മയർസ് ദ ബ്യൂട്ടി ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ ബ്യൂട്ടി അദ്ദേഹം അഡ്മയർ ചെയ്യുകയാണ്, ആരാധിക്കുകയാണ്, അതിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം ആസ്വദിക്കുകയാണ്. സ്പീക്കർ ഈസ് ഹൈലി അപ്രിഷിയേറ്റീവ് ഓഫ് ദ നേച്ചേഴ്സ് ബ്യൂട്ടി. അപ്പോൾ ആ നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടി, നേച്ചറിൻ്റെ ഭംഗി കൂട്ടുന്നത് ഈ മരങ്ങളും പച്ചപ്പും അതുപോലെ തന്നെ ഫ്ലവേഴ്സുമാണ്. അപ്പം ഇതിനെ അപ്രിഷിയേറ്റ് ചെയ്യാണ്. He finds delight in the green bowers and has faith that the beautiful flowers enjoy every ounce of the air they breathe.
they are thankful for living beside the nature. അപ്പോൾ അദ്ദേഹം പറയാണ് പ്രകൃതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ ഫ്ലവേഴ്സ് പോലും തൻ്റെ ആ ഒരു പ്രകൃതിയോട് അല്ലെങ്കിൽ താൻ ബ്രീത്ത് ചെയ്യുന്ന എയറിനോട് പോലും എൻജോയ് ചെയ്ത് താങ്ക്ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഇത്രയും സുന്ദരമുള്ള പുഷ്പങ്ങളാണെന്ന് വിചാരിച്ച് അത് അഹങ്കരിക്കുകയും പ്രകൃതിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നില്ല. അപ്പോൾ പോയിട്ട് പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഏറ്റവും സുന്ദരമായ ഈ രണ്ട് പുഷ്പങ്ങൾ പോലും പ്രകൃതിയോട് ലയിച്ച് ചേർന്ന് അതിൻ്റെ ഓരോ ഔൺസും അല്ലെ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് പ്രകൃതിയോട് ലയിച്ച് ചേർന്നാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യന് ഇത് സാധിക്കുന്നില്ല? ഈ ലൈൻസിൽ അങ്ങനെ പറയുന്നില്ലെങ്കിലും പോയിട്ട് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റാൻസയിൽ ഫ്ലവേഴ്സിനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇനി അടുത്ത സ്റ്റാൻസ ടെക്സ്റ്റിൽ വായിച്ചേ എല്ലാവരും. The birds around me hopped and played. Their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. അപ്പോൾ കഴിഞ്ഞ സ്റ്റാൻസയിൽ പ്രകൃതിയിൽ അദ്ദേഹം കണ്ട് ആ ഫ്ലവേഴ്സിനെ അവതരിപ്പിച്ചു. അടുത്തതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന ബേർഡ്സിനെയാണ്. ദ ബേർഡ്സ് അറൗണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ചാരി ഇരുന്ന കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ കാണുന്ന സമയത്ത് ആദ്യം ഫ്ലവേഴ്സിനെ നോക്കി, എത്ര ഭംഗിയുള്ള ഫ്ലവേഴ്സ്, അത് ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്നു പറഞ്ഞു. അടുത്തത് അദ്ദേഹം എന്തിനെ പറഞ്ഞു? നോക്കൂ, ഇവിടെ പറന്നുയർന്ന ബേർഡ്സ് ആണ്. ആ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അതിങ്ങനെ ചുറ്റി സഞ്ചരിച്ച് തുള്ളിച്ചാടി കളിച്ച് നടക്കുകയാണ്. ഓക്കെ, പറന്ന് കളിച്ച് ഓരോ മരത്തിൽ നിന്ന് ഓരോ മറ്റു മരത്തിലേക്ക് പറന്ന് നടന്ന് കളിക്കുകയാണ്. their thoughts I cannot measure. അപ്പോൾ പോയിട്ട് പറയാണ് എനിക്ക് അതിൻ്റെ തോട്ട്സ്, അതിന് എന്താണ് ചിന്തിക്കുന്നത്, ബേർഡ്സ് എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് മെഷർ ചെയ്യാൻ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ്, അത് ഉണ്ടാക്കുന്ന ഒരു ചെറിയ അനക്കം പോലും, ഒരു മെഷർ പോലും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണ്? വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അപ്പോൾ അത് എടുക്കുന്ന ഓരോ ഒരു മൂവ്മെൻറ്റ് പോലും, ഒരു മോഷൻ പോലും, ഒരു അനക്കം പോലും അതിലും അവർ സന്തോഷിക്കുന്നുണ്ട്. എ ത്രിൽ ഓഫ് പ്ലഷർ കാണാൻ പറ്റും. കാരണം ബേർഡ്സും പ്രകൃതിയോട് ലയിച്ച് ചേർന്ന് പ്രകൃതിയോട് അത്രയും സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്ലവേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഈ സ്റ്റാൻസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബേർഡ്സിനെയാണ് പോയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്പീക്കർ ഒബ്സർവ് ദ ബേർഡ്സ് വിച്ച് സിങ് ആൻഡ് ഹോപ്പ് അറൗണ്ട് ഹിം. He is in a surprise of these creatures. അപ്പോൾ അതിനെ കണ്ടിങ്ങനെ സർപ്രൈസ് ചെയ്തിട്ട് അദ്ദേഹം പറയാണ്, though the speaker does not understand their language. അതിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ, അതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ആർക്ക് കഴിയില്ല? പോയറ്റിന് കഴിയില്ല. പക്ഷേ he does recognize that the birds are creating all this movement out of sheer pleasure and joy. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു സിംഗിൾ മോമെന്റിൽ പോലും അവരത്രയും സന്തോഷിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോയാലോ? ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയാണ്. അപ്പോൾ പ്രകൃതിയിലെ ആദ്യം ഏറ്റവും ഭംഗിയുള്ള ഫ്ലവേഴ്സിനെ അവതരിപ്പിച്ചു, പ്രകൃതിയിലെ അടുത്തത് ബേർഡ്സിനെ അവതരിപ്പിച്ചു. ഇനി അടുത്തേക്ക് അദ്ദേഹം പറയാണ്, ദ ബഡ്ഡിംഗ് ട്വിങ്സ് സ്പ്രെഡ് ഔട്ട് ഓഫ് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ that there was pleasure there. Okay, the budding twigs, അതായത് നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ആദ്യം പൊങ്ങി വരുന്ന ആ ഒരു ഇതള, അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നട്ടുമ്പോൾ ആദ്യമായിട്ട് മുളച്ചു പോകുന്ന ഇതളുണ്ടാവും. അതാണ് ബഡ്ഡിംഗ് ട്വിങ്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് സ്പ്രെഡ് ഔട്ട് ഓഫ് ഫാൻ. അപ്പോൾ ആദ്യം വരുന്ന ഇങ്ങനെ ഒരു ഫാൻ പോലെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇല ഇങ്ങനെ മുളച്ചു പൊങ്ങുവാണ്. ആൻഡ് സ്പ്രെഡിങ് ഔട്ട് ദർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. അപ്പോൾ അതിൻ്റെ ഫാൻ, അതിൻ്റെ ഇലകളെ ഇങ്ങനെ വിടർത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്യാച്ച് ദ ബ്രീസി എയർ, ബ്രീസി എയറിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കി, ഞാൻ ചിന്തിക്കുകയും അതിൽ നിന്ന് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് വേർ പ്ലഷർ ഓഫ് ദർ. ഓക്കെ, അപ്പം പ്രകൃതിയിൽ ആദ്യമായിട്ട് മുളച്ചു പൊന്തുന്ന ഒരു ഇതള് പോലും ഈ പ്രകൃതിയോട് ലയിച്ച് ചേർന്ന് അതിൽ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രകൃതിയിൽ ഏറ്റവും ഭംഗിയുള്ള ഫ്ലവേഴ്സ് പ്രകൃതിയോട് ലയിച്ച് ജീവിക്കുന്നു. ഇനി അടുത്തത് ബേർഡ്സ്, ആനിമൽസ് ആയ ബേർഡ്സ് പോലും പ്രകൃതിയോട് അത്രയും സന്തോഷിച്ച് ലയിച്ച് ചേർന്ന് ജീവിക്കുന്നു. ഇനി പ്രകൃതിയിൽ ആദ്യമായി മുളച്ചു പൊങ്ങുന്ന ഒരു ബഡ്ഡിംഗ് ട്വിങ്സ് പോലും പ്രകൃതിയോട് ലയിച്ച് അതിൽ സന്തോഷിക്കുകയാണ്. പക്ഷേ മനുഷ്യനോ? The breeze flowing is sweet and light. The twigs are spreading out of as if to catch the sweet air, and all the speaker can do is gather pleasure in their existence.
അപ്പോൾ അതിൻ്റെ ആ ഒരു നിമിഷത്തിൽ അത് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. സിമിലർലി ദ ചിൽഡ്രൻ ഷുഡ് എൻജോയ്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ഈ ബഡ്ഡിങ് ട്വിങ്സിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ചിൽഡ്രൻ ആയിട്ടാണ്. അതായത് നമുക്കറിയാം, കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ലയിച്ച് ചേർന്ന് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ മുതിർന്നപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നുപോയി. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പാരൻസിനോട് ഏറ്റവും ചേർന്നിരുന്നതാണ്. വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ പാരൻസിനോട് ചേർന്ന് നിൽക്കുന്ന മക്കളുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളായിരുന്ന സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത്, കളിച്ചിരുന്നത് പ്രകൃതിയിലായിരുന്നു. പക്ഷെ ഇന്ന് അവരെ എവിടേക്ക് മാറി? ഇപ്പോഴത്തെ പിള്ളേർ എവിടെയാണ്? മൊബൈലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിന്ന മക്കൾ പോലും നിന്ന് വലുതായി കഴിഞ്ഞപ്പോൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അപ്പോൾ ആ ബഡ്ഡിങ് ട്വിങ്സിനെ റിഫ്ലക്ഷൻ ഓഫ് ചിൽഡ്രൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഏതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ദ ബഡ്ഡിങ് ട്വിങ്സ്. എന്നിട്ട് അവിടെ നിങ്ങൾ എഴുതി വെക്കുക ചിൽഡ്രൻ, റിഫ്ലക്ഷൻ ഓഫ് ചിൽഡ്രൻ എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ഇതൊക്കെ കോട്ട് ചെയ്ത് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബഡ്ഡിങ് ട്വിങ്സ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ചിൽഡ്രൻ ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ എല്ലാവർക്കും? നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് പോവാം. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻഡ്, ഈ സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലെമന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പൊ ലാസ്റ്റ് അദ്ദേഹം തന്നെ റിലീഫ് ചെയ്തുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് ദിസ് ബിലീഫ്, എൻ്റെ മനസ്സിൽ വന്ന ഈ ഒരു ചിന്തകളെല്ലാം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ, പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ദാറ്റ് ഫ്രം ദ ഹെവൻ ബി സെൻഡ്, അതായത് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, ഈ സച്ച് നേച്ചേഴ്സ് ഹോളി പ്ലാൻ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേച്ചറിൻ്റെ ഏറ്റവും ഹോളി പ്ലാൻ ആണെങ്കിൽ, ഓക്കെ, ഏറ്റവും നല്ല ഹോളി പ്ലാൻ ആണെങ്കിൽ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലെമൺ, അങ്ങനെ ആകുന്ന സമയത്ത് ഞാൻ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ലെമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ലെമൻറ്റ് എന്ന് വിലപിക്കേണ്ട കാര്യമില്ല. ഹാവ് ഐ നോട്ട് റീസൺ ടു ലെമൻറ്റ്, ഞാൻ ലെമൻറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എന്തിനെക്കുറിച്ച്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അതായത് മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ള ഓർത്തനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ദിസ് ഈസ് എ ഹോളി പ്ലാൻ, ഇപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പോയറ്റ് എത്തി നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, the speaker questioned that if this is a heaven and this is holy plan of the nature with its harmony and beauty, അതായത് നേച്ചറിന്റെ ഹാർമണിയും ബ്യൂട്ടിയും എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ഹോളി പ്ലാൻ. അങ്ങനെ ഒരു ഹോളി പ്ലാൻ ആണെങ്കിൽ, അപ്പോൾ ഈ ഒരു ഹോളി പ്ലാനിൽ മിക്സ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ദ ഹ്യൂമൻ കൈൻഡ് വിത്ത് ദെയർ വോസ് ആൻഡ് ദെയർ അൺനാച്ചുറൽ ആക്ടിവിറ്റി ഹി മൂവ്ഡ് അവേ ഫ്രം ദ നേച്ചർ. അപ്പോൾ ഈ പ്രകൃതിയോട് ലയിച്ച് ചേർന്ന് ജീവിക്കുക എന്നുള്ളത് നേച്ചറിന്റെ ഹോളി പ്ലാൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതായത് പ്രകൃതിയോട് എന്ന് മനുഷ്യൻ ലയിച്ച് ചേർന്ന് ജീവിക്കുന്നു, അന്ന് അവന് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവും. എന്ന് അവൻ അതിൽ നിന്ന് അകന്നു പോകുന്നു, അവൻ ഉണ്ടാകാൻ പോകുന്നത് സങ്കടങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയോട് ലയിച്ച് ചേർന്ന് ജീവിക്കണമെന്നാണ് പോയറ്റ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതാണ് ദാറ്റ് ഈസ് ദ ഹോളി പ്ലാൻ. അതാണ് സ്വർഗത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സന്ദേശം. അതാണ് ഹോളി പ്ലാൻ. നേച്ചറിന്റെ ഹോളി പ്ലാനും അത് തന്നെയാണ്. അപ്പോൾ പക്ഷെ ലാസ്റ്റ് വീണ്ടും പോയറ്റ് പറയാണ്, അങ്ങനെയാണെങ്കിൽ പോലും വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എങ്കിലും മനുഷ്യന് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? മനുഷ്യന് വേണ്ടി ചെയ്തിരിക്കുന്നത് മുഴുവൻ എന്താണ്? വയലൻസ്, വാർ, ഹൈറാർക്കീസ്, പോവർട്ടി, ഇതൊക്കെയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എങ്ങനെയും ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് പോയിട്ട് ഏറ്റവും കൂടുതൽ വറീഡ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഒന്ന് ആശിച്ചുകൊണ്ട് പറയാണ്, ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്, പക്ഷേ എങ്കിലും എന്തുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയോട് ലയിച്ച് ചേർന്ന് ജീവിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വേർഡ്സ്വർത്തിനെ എന്തുകൊണ്ടാണ് പോയറ്റ് ഓഫ് നേച്ചർ എന്ന് വിളിക്കാൻ കാരണമെന്ന്? ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തെ അദ്ദേഹം കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു പോയത്തിന്റെ ഏറ്റവും കോർ തീം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത്? ഹാർമണി ഓഫ് മാൻ ആൻഡ് ഡിസ്ഹാർമണി ഓഫ് ഹ്യൂമൺ എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകന്നു പോവാണ്. ഇവർ രണ്ടുമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമില്ല, മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ഇല്ലാണ്ടായി മാറി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ വേർഡ്സ്വർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എന്ന് പ്രകൃതിയിൽ നിന്ന് അകന്നു പോയോ അന്ന് നമ്മൾക്ക് നാശമേ ഉണ്ടായിട്ടുള്ളൂ. മനുഷ്യനെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ച പ്രകൃതിയാണ്. ആ നശിപ്പിച്ചപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് നാശങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ഓർമ്മയാണ് ഇത്. വേർഡ്സ്വർത്ത് പണ്ട് എഴുതി വെച്ചിട്ടുണ്ടായാണെങ്കിലും ഇന്നും ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ് വേർഡ്സ്വർത്ത് ഇതിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈൻ ഏതാണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം. പോയത്തിൻ്റെ സ്ട്രക്ചർ ആണ്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദ പോയം? ഇത് 6 ക്വാർട്രൈൻസ് ആണ്, അതായത് 6 സ്റ്റാൻസയിൽ 4 ലൈൻസ് വെച്ച് വന്നിരിക്കുന്ന, നിങ്ങൾ നോക്കി അറിയാം കൃത്യമായിട്ട് 6 സ്റ്റാൻസ, അതിൽ ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വെച്ചിട്ടാണ്. അപ്പോൾ 6 ക്വാർട്രൈൻസ് ആണ് ഈ ഒരു പോയത്തിന്. 4 ലൈൻസ് ഈച്ച് സ്റ്റാൻസ, ഓരോ സ്റ്റാൻസയിലും 4 സ്റ്റാൻസ, 4 ലൈൻസ്, അങ്ങനെ 6 സ്റ്റാൻസ, അതാണ് 6 ക്വാർട്രൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പോയത്തിൻ്റെ ലൈൻസിൻ്റെ ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ മതി, നമുക്ക് റൈം സ്കീം ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി സി ഡി സി ഡി. എന്താണ് റൈം സ്കീം? എ ബി എ ബി സി ഡി സി ഡി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് പോയറ്റിക് ഡിവൈസ് ആണ്. പോയറ്റിക് ഡിവൈസ് ആണ്. എന്തൊക്കെ പോയറ്റിക് ഡിവൈസുകളാണ് പോയറ്റ് ഈ പോയത്തെ ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. അതായത് നോൺ ഹ്യൂമൺ എൻറ്റിറ്റിക്ക്, അതായത് നോൺ ഹ്യൂമൻ ആയ കാര്യത്തിന് മനുഷ്യൻ്റെതായ എബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ സൺ സ്മൈൽസ് ടു മീ. ഇപ്പോൾ സണ്ണിന് ചിരിക്കാൻ പറ്റില്ല, പക്ഷെ അത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതെന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. ഓക്കെ, ദ ലീവ്സ് ഡാൻസ്. ഓക്കെ, ലീവ്സ് ഡാൻസ് എന്ന് പറയുന്നത് ലീവ്സ് ഡാൻസ് ചെയ്തു, അതൊരിക്കലും സാധിക്കില്ല, പക്ഷേ അത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആകുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഓക്കെ, പ്രകൃതിയുടെ ഫെയർ ലിങ്ക് എന്ന് പറയുന്നത് അത് ഹ്യൂമൻ്റെ ഒരു എബിലിറ്റിയാണ്. ഇനി അടുത്തത് എവരി ഫ്ലവർ എൻജോയ്സ് ദെയർ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഓക്കെ, ഫ്ലവർ ഓരോ എയറും ബ്രീത്ത് ചെയ്ത് എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഹ്യൂമൻ്റെ എബിലിറ്റിയാണ്. The budding twins spread out of their fan. ഓക്കെ, അതുപോലെ ബഡ്ഡിങ് ട്വിങ്സ് സ്പ്രെഡ് ഔട്ട് ഓഫ് ദെയർ ഫാൻസ്. അപ്പോൾ ഇതാണ് ഇതിലെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈപ്പർബോൾ ആണ്. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ എക്സാഗ്രേഷൻ. നമ്മളൊന്ന് പൊലിപ്പിച്ച് പറയുക, പൊങ്ങച്ചം പറയുക, അല്ലെങ്കിൽ പൊലിപ്പിച്ച് പറയുന്നതിനെയാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പോയറ്റിക് ഡിവൈസ് ആണ് ഹൈപ്പർബോൾ. എക്സാഗ്രേഷൻ ആണ്, എക്സാഗ്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പോയിട്ട് പറയുന്ന എക്സാഗ്രേഷൻ ആണ്. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഓക്കെ, ഒരിക്കലും ഒരാൾക്ക് ഒന്നിച്ചിട്ട് 1000 സൗണ്ട്സിനെ കേൾക്കാനായിട്ട്, മിക്സഡ് സൗണ്ടിനെ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാണ് ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഇനി അടുത്തത് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ നമുക്കറിയാം, കൺസണന്റ് സൗണ്ടുകൾ ഒരു ലൈൻസിൽ അടുത്തടുത്തായിട്ട് വരുന്നതിനെയാണ് എന്തെന്ന് പറയുക? അലിട്രേഷൻ എന്ന് പറയാം. ഓക്കെ, കൺസണന്റ് സൗണ്ട്, അതായത് ABCDയിലെ 26 അക്ഷരങ്ങളെ നമ്മൾ കൺസണന്റ് ആയിട്ടും വൊവൽസ് ആയിട്ടും തിരിക്കാറുണ്ട്. അപ്പോൾ ഇതിലെ കൺസണൻസ് അടുത്തടുത്ത് ഒരു ലൈനിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അലിട്രേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താ? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അല്ലെ മാൻ മെയ്ഡ് മാൻ എന്ന് പറയുന്ന വാക്കുകൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഇതിൽ വിഷ്വൽ ഇമേജറി, അതായത് ഒരു പോയത്തിൻ്റെ ലൈൻ വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലേക്ക് ഒരു വിഷ്വൽ ഇമേജ് വരുന്നുണ്ടെങ്കിൽ, അത് കാണുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഇമേജസിനെയാണ് വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം അവതരിപ്പിച്ച കുറേ വിഷ്വൽ ഇമേജസ് ഉണ്ട്. ഒന്നാമത് ത്രൂ ദ പ്രിമോറസ് ടഫ്റ്റ്സ് ദ ഗ്രീൻ ബോവർ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഗ്രീൻ ബോവറിൻ്റെ മൂല ഇതിൻ്റെ മുകളിലായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന പ്രിമോറസ് എന്ന് പറയുന്ന ഫ്ലവേഴ്സ്, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഇമേജ് വരുന്നുണ്ട്. ഇതെന്താ? പെരിവിങ്കിൾ ട്രെയിൽ ഇറ്റ്സ് ഫ്ലവേഴ്സ്, ആ ഫ്ലവേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്തയായിട്ടൊരു ഇമേജ് ആയിട്ട് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് എന്ന് പറയാം വിഷ്വൽ ഇമേജറി എന്ന് പറയാം. ഇനി അടുത്തത് ഓഡിറ്ററി ഇമേജറി. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ ഒരു ഓഡിയോ അല്ലെങ്കിൽ അത് എന്തായിരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനാണ് ഓഡിറ്ററി ഇമേജറി. അതാണ് ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്, ഞാൻ 1000കണക്കിന് സൗണ്ടുകൾ കേട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസ് ആണ് എന്ത്? ഓഡിറ്ററി ഇമേജ്. ഇനി അടുത്തത് ഇതിൻ്റെ ടോൺ ഓഫ് ദ പോയം. ഈ പോയത്തിൻ്റെ ഒരു ടോണ് മൊത്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കാം ആൻഡ് പീസ്ഫുൾ ആണ്. കാരണം നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും പ്ലസൻ്റ് ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിലൊരു സങ്കടമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആൻസർ എഴുതി, അതിനുശേഷം ഈ പോയത്തിൻ്റെ ലൈൻസ് നമ്മൾ സമ്മറി ആയിട്ട് എഴുതുകയാണ്. പോയത്തിൻ്റെ ലൈൻ എടുത്ത് എഴുതുകയല്ല, നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്തിട്ട് 2 3 പാരഗ്രാഫിൽ, അത് 1 2 പാരഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു,
2ഉം 3ഉം പാരഗ്രാഫ് സമ്മറി ആയിട്ട് നമ്മൾ എഴുതുന്നു. ഇനി 4ാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? അതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൊണ്ട് നോക്കിക്കേ. നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? പോയറ്റിക് ഡിവൈസ് പറഞ്ഞില്ലേ? പോയറ്റിക് ഡിവൈസ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ റൈമിംഗ് സ്കീം, അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. അപ്പോൾ സ്ട്രക്ചർ, റൈമിംഗ് സ്കീം, പോയറ്റിക് ഡിവൈസ്, ടോണ്, ഇത്രയും കാര്യങ്ങൾ അടുത്ത സ്റ്റാൻസയിൽ എഴുതണം. ഓക്കെ, അപ്പോൾ 1 ഇൻട്രഡക്ഷൻ, 2ഉം 3ഉം സമ്മറി. ഓക്കെ, 4ാമത്തത് ഇതിൻ്റെ സ്ട്രക്ചർ, പോയറ്റിക് ഡിവൈസസ്. ഇനി നമുക്ക് അവസാനം വേണ്ടത് ഒരു കൺക്ലൂഷനാണ്. അപ്പോൾ ഒരു സിമ്പിൾ കൺക്ലൂഷൻ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പോയം തോന്നിയത് അതിനെക്കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൺക്ലൂഷനിൽ. അപ്പോൾ എന്താണ്? ദിസ് വണ്ടർഫുൾ പോയം ബൈ വേർഡ്സ്വർത്ത് റിമൈൻഡ്സ് ദ റീഡർ ഓഫ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ. അപ്പം നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യിച്ചത് എന്താണ്? നേച്ചറിൻ്റെ ബ്യൂട്ടിയാണ്. പിന്നെ ദ വാല്യൂ ഓഫ് എൻജോയിങ് ആൻഡ് അപ്രിഷിയേറ്റിംഗ് ദെയർ എക്സിസ്റ്റൻസ് ആൻഡ് ദ നീഡ് ടു പ്രൊട്ടക്ട് ദ നേച്ചർ ഫ്രം ഹാം. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജ് നമ്മളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പോയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്രിസിയേഷൻ എഴുതണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളങ്ങ് പഠിച്ചോളൂ. ഇങ്ങനെ നമ്മളെന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ട് അപ്രിസിയേഷനൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേപ്പർ നോട്ട് ചെയ്യപ്പെടുകയും നമുക്ക് മാർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്രിസിയേഷൻ എഴുതി ശീലിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം നമ്മൾ പോയറ്റിനെ അവതരിപ്പിച്ചു, 2ാമത് തീം അവതരിപ്പിച്ചു, 3ാമത് അതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞു, പോയം ടെൽസ് അബൌട്ട്, പിന്നെ ഇൻസ്പിറേഷൻ. ഇത്രയും 5 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫായി. പിന്നെ 2ഉം 3ഉം പാരഗ്രാഫ് എന്ന് പറയുന്നത് പോയത്തിൻ്റെ ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമ്മറിയാണ്. ഇനി 4ാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രക്ചറും പോയറ്റിക് ഡിവൈസും റൈമിംഗ് സ്കീമുമാണ്. 5ാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പെർഫെക്റ്റ്. അത് പാരഗ്രാഫ് തിരിച്ച് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതണം, സ്ട്രക്ചർ ചെയ്ത് കൃത്യമായിട്ട് കാണാൻ പറ്റണം. ഇങ്ങനെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അപ്രിസിയേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കാൻ റെഡി അല്ലേ? പോയം നല്ലതുപോലെ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത് നല്ലതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. പോയം ഈസിയാണ്. പോയം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അപ്രിസിയേഷൻ എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് നിങ്ങൾ ഫുൾ മാർക്ക് മേടിച്ചോണം. എല്ലാവരും നല്ല മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു ഓൾ, ബൈ.